എമർജൻസി കോൺട്രസെപ്ഷൻ കാരണം പലപ്പോഴും ഇപ്പോൾ യങ്സ്റ്റേഴ്സ് പെട്ടെന്ന് പ്രിപ്പയർഡ് അല്ലാതെ അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ വൺ നൈറ്റ് സ്റ്റാൻഡ്സ്, അവരുടെ കയ്യിൽ കോൺട്രസെപ്റ്റീവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കഴിക്കാൻ മറന്നുപോയി, എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ കോണ്ടം പൊട്ടിപ്പോയി, വേറെ കോണ്ടം ഇല്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എമർജൻസി കോൺട്രസെപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രഗ്നൻസി വേണ്ടാത്തതാണെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓവർ ദ കൗണ്ടർ, നമ്മളിപ്പം ഡോക്ടറെ കാണാതെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന പിൽസ് അവൈലബിൾ ആണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് പറയാൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓവുലേഷൻ, അതായത് അണ്ടോൽപാദനം നടക്കുന്നതിന് മുമ്പാണ് ഈ പിൽസ് വർക്ക് ചെയ്യുക. പല പേരിലുണ്ടല്ലോ എമർജൻസി പിൽസ്. ഓവുലേഷന് ശേഷം ഈ പില്ല് പലപ്പോഴും വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം ആളുകൾക്ക് അറിയില്ല. ഈവൻ ഡോക്ടേഴ്സ് പോലും ചിലപ്പോൾ കൊടുത്തു എന്ന് വരില്ല ഈ ഇൻഫർമേഷൻ. അതായത് ഓവുലേഷന് മുമ്പാണ് ഇത് വർക്ക് ആവണത്. പിന്നെ എമർജൻസി പില്ലിൻ്റെ അർത്ഥം എമർജൻസിക്ക് മാത്രമാണ്. ഇത് സ്ഥിരമായിട്ട് കഴിക്കാനോ റെഗുലർലി കഴിക്കാനുള്ളതല്ല. കാരണം ബോഡിയിലെ ഹോർമോൺ മുഴുവൻ തെറ്റും ഇത് കഴിക്കുമ്പോൾ. പലപ്പോഴും തെറ്റി പീരിയഡ്സ് ആവും, ബ്ലീഡിങ് വരും, പ്രൊലോങ് ബ്ലീഡിങ് വരും, വരാതിരിക്കും, അങ്ങനെ മറ്റ് സൈഡ് എഫക്ട്സ് പലതും ഇതിനുണ്ട് ആക്ച്വലി. അതറിയാതെയാണ് ആൾക്കാർ ഇത് ഇടയ്ക്കിടയ്ക്കെടുത്ത് വാങ്ങിച്ച് കഴിക്കും. ഒരിക്കലും അത് റെഗുലർലി കഴിക്കരുത്, എമർജൻസിക്ക് മാത്രമുള്ളതാണ്. പ്ലസ് ഇത് അറിയേണ്ടത്, ഓവുലേഷൻ നിങ്ങളുടെ ഓൾറെഡി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ആൾക്കാർ മനസ്സിലാക്കണം.